ഹായ് ഹലോ, ചെറിയൊരു മിനി വ്ലോഗ് കേട്ടാ ഞാൻ വന്നേക്കണേ. ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷമുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വ്ലോഗ്. ദേ കണ്ടില്ലേ, ഞാൻ എത്രയും പെട്ടെന്ന് പണി തീർത്ത് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാടാട്ടാ. അടുത്തിരുന്നുള്ള സ്റ്റാഫ് എന്തൊക്കെയോ ഇരുന്ന് എന്നോട് പറയുന്നുണ്ട്. അതൊന്നും മൈൻഡ് ആക്കണ്ട, എൻ്റെ പണി ഞാൻ എത്ര സിൻസിയറായിട്ടാണ് ചെയ്യണമെന്ന് അറിയില്ലേ. വീട്ടിൽ പോകാനുള്ള പെടാപ്പാട് കാരണം അതെല്ലാം കഴിഞ്ഞ് ബസ്സിൽ കയറി. ബസ്സിൽ നിന്ന് കയറി പോകേണ്ട ദൂരമുണ്ട് കേട്ടോ എൻ്റെ റൂമിലോട്ട്. നമ്മളെ KSRTC ബസ് പോലെയില്ല, കുറച്ച് പ്രയോറിറ്റി സീറ്റിങ് കാര്യങ്ങളുണ്ട് ഇവിടെ. അങ്ങനെ മാത്രമേ ഇരുന്ന് പോകാൻ പാടൂ. ഇതേ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നടന്ന് പോണേന്ന്. ഞാൻ നാട്ടിൽ നല്ല മഴയാണെന്നുണ്ടെങ്കിൽ UAE നല്ല ചൂടാണ്, ചുട്ട് പൊള്ളണ ചൂടാണ്. അത് കാരണം ഇത് എടുക്കാൻ കാട്ടണ കേട്ടാ. 50 ഡിഗ്രി ചൂടാത്രേ. ഇതേ കണ്ടില്ലേ UAE ഫ്ലാഗ് കിടക്കും പറക്കണേ. എന്താ രസമല്ലേ കാണാൻ. നാട്ടിലെ ഹരിതാപവും പച്ചപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലത് ഈ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ തന്നെ കേട്ടാ. ഈ രണ്ട് വശത്തായിട്ടും ഒരുപാട് ഷോപ്പുകൾ കാണുന്നില്ലേ. ഈ അറേബ്യനിലോ ലേഡീസൊക്കെ വെയർ ചെയ്യുന്ന ഡ്രസ്സുകളില്ലേ, എംബ്രോയ്ഡറി നല്ല വർക്കൊക്കെ ഉള്ള ആ ഡ്രസ്സുള്ള ഷോപ്പുകളാട്ടെ രണ്ട് വശത്തായിട്ടും കാണുന്നത്. കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയെന്ന് നിങ്ങൾ തോന്നൂലേ? അടച്ചിട്ടിരിക്കുക തന്നെയാണ്. കാരണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞിട്ട് ഇവരെ കുറച്ച് നേരം അടച്ചിട്ടേക്കും, പ്രേയറിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. അവിടെ കണ്ടില്ലേ ഒരു ബോർഡ്, ടു ദ ബീച്ച്. ശ്രദ്ധിച്ചാരെങ്കിലും? അതന്നെ, ബീച്ചിനടുത്തായിട്ട് എൻ്റെ ബിൽഡിങ് വരണേ. ആ വഴിക്കാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കണേ. കണ്ടില്ലേ എന്ത് രസമായിട്ടാണ് ചുമരിൽ ചിത്രങ്ങൾ വരച്ച് വെച്ചിരിക്കണേന്ന്. നാട്ടിൽ ഹരിതാപം പച്ചപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ ഇത്തിരി ഭംഗിയുള്ളത് ഇതൊക്കെ തന്നെ കേട്ടാ, സന്തോഷിക്കാനും. ഇത് കണ്ടില്ലേ പിന്നെയും 3 കുട്ടികളിൽ നിന്ന് എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കണേ. അങ്ങനെ ഇതാ എൻ്റെ എൻട്രൻസ്. അങ്ങനെ എൻട്രൻസ് കടന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു കുഞ്ഞു പള്ളി ഇതാ, നല്ല രസമായിട്ടാണ് കാണാൻ. അങ്ങനെ എത്തിപ്പോയി എൻ്റെ ബിൽഡിങ്.